ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ എന്ന് പറയാറുണ്ട്. കുട്ടികളാണ് മനുഷ്യന്മാരുടെ പിതാവ് എന്നൊക്കെ ഉള്ള ഒരു ചിന്താരീതി. കാരണം നമുക്കൊക്കെ കുട്ടിയായിരിക്കാനായിട്ട് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. കുട്ടിക്കാലമാണ് ജീവിതത്തിൽ മൊത്തം നോക്കുമ്പോൾ ഏറ്റവും രസകരമായിട്ടും ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ളൊരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കുട്ടിയാകാനായിട്ടൊക്കെയുള്ള ഒരാഗ്രഹം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഈ കുട്ടികളിൽ നിന്നും പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുട്ടികൾ നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളെ നിങ്ങൾ അനുകരിക്കണമെന്ന് വാശി പിടിക്കാതെ നിങ്ങൾ കുട്ടികളെ അനുകരിക്കാനായിട്ടും അവരിൽ നിന്നൊക്കെ പഠിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. കുട്ടികളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പൗലോ കൊയ്ലും എഴുതി വയ്ക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഇതാണ്: കുട്ടികൾ ദേ ആർ ഹാപ്പി ഓൾവേസ്. അവർ എല്ലാവരും വളരെ ഹാപ്പിയാണ് എപ്പോഴും. മാത്രമല്ല അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിയിൽ നിന്നും പഠിക്കേണ്ട ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതും ഹാപ്പി ആകാനായിട്ട് സന്തോഷിക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ പൂവോ ഒരു മിഠായിയോ ഒരു ഐസ്ക്രീമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദേ ആർ ഹാപ്പി, വളരെ സന്തോഷമാണ്. അല്ലെങ്കിൽ വെറുതെ ഒന്ന് കണ്ണടച്ചാൽ പോലും കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ ചിരിക്കും. നമ്മൾ ഈ സന്തോഷിക്കാനായിട്ട് വലിയ വലിയ കാരണം തേടിയാണ് നമ്മൾ നടക്കുക. പരീക്ഷയിൽ വലിയ വിജയം കിട്ടണം, ലോട്ടറി അടിക്കണം, ദൂരേക്കൊരു പിക്നിക്ക് പോകണം. അങ്ങനെയൊക്കെ വളരെ റെയറായിട്ടുള്ള മൊമെൻറ്റ്സിലാണ് നമ്മളൊക്കെ ചിരിക്കുകയുള്ളൂ, സന്തോഷിക്കുകയുള്ളൂ ഉള്ളു തുറന്നു. ഇത്രയും നാൾ നമ്മളിങ്ങനെ എയർ പിടിച്ച് നിൽക്കുകയാണ്. ഈ ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്നൊക്കെ പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ ഹോസ്പിറ്റൽ വാർഡിലൊക്കെ ചില നഴ്സുമാരെയൊക്കെ ഈ കോവിഡ് രോഗികളെ സന്തോഷിപ്പിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യണ്ട, അവരുടെ അടുത്തൊരു കുശലം ചോദിക്കുക, അവരുടെ അടുത്തൊക്കെ ഒരു വർത്തമാനം പറയുക, അവരെ മേക്ക് ദം ഹാപ്പി. ഈ കോവിഡിൻ്റെ സങ്കടങ്ങളും ഉത്കണ്ഠകളും മറന്നുകൊണ്ട് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഈ കോവിഡിൻ്റെ പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ഒരു ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ളതും പ്രത്യേകിച്ച് കാര്യമായിട്ട് സങ്കടപ്പെടാനായിട്ട് 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു റീസൺ സന്തോഷിക്കാനായിട്ട് കാണും. ആ ഒരൊറ്റ കാരണത്താൽ ഞാൻ ഹാപ്പിയാണ്, സന്തോഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് നല്ലതാണ്. പൂന്താനത്തിൻ്റെ കവിത പോലെ ജനിക്കുന്ന നേരത്ത് ഒന്നിച്ചല്ല, മരിക്കുന്ന നേരത്ത് നമ്മൾ ഒന്നിച്ചല്ല, മദ്യം ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന എന്തിനു നാം വൃത. നമ്മളെപ്പോഴും മത്സരമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടെൻഷനാണ്, ദേഷ്യമാണ് പരസ്പരം. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഒരു ടെൻഷൻ, ദേഷ്യം? നമുക്ക് കുറേയും കൂടെയൊക്കെ ഒന്ന് പുഞ്ചിരിച്ചൂടെ? മദർ തെരേസ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ലോകത്തെ നോക്കി പുഞ്ചിരിക്കുക, ലോകം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കും. അപ്പോൾ കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ട കാര്യം ഇതാണ്: കുറേയും കൂടിയും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടും ആ ഹാപ്പി ആയിട്ടിരിക്കുന്നതിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നിസ്സാര കാര്യങ്ങൾക്ക് സന്തോഷവാനായിട്ടിരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ജീവിത രീതി കുട്ടിയിൽ നിന്ന് പഠിക്കാം. രണ്ടാമത്തത് കുട്ടിയിൽ നിന്ന് കാണേണ്ട മറ്റൊരു കാര്യം ഇതാണ്: കുട്ടികൾ എപ്പോഴും വളരെ ബിസിയാണ്. അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കും. വീട്ടിൽ ചേട്ടൻ്റേതായിട്ടുള്ള 1-2 കുട്ടികളുണ്ട്. അവരുടെ ഒരു പ്രത്യേകത, ചെല്ലുമ്പോഴൊക്കെ ഒരു 3 വയസ്സും 5 വയസ്സൊക്കെയാണ്. എന്തെങ്കിലും ഒരു കളി വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ കളിപ്പാട്ടത്തിന് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഈ ക്രയോൺ പെൻസിൽ കൊണ്ട് അവിടെയൊക്കെ കുത്തി വരയ്ക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊക്കെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും വളരെ ബിസി ആയിട്ടാണ് അവരിങ്ങനെ കാണിക്കുക, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ പറയും, അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ്. കുട്ടികൾ ദേ ആർ ബിസി ഓൾവേസ്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുണ്ടാവുക, ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇൻവോൾവ് ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ പറയും, ഒരാളുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് സ്നേഹിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ട് എന്നൊരു തോന്നൽ. രണ്ടാമത്തത് പ്രതീക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നൊരു ചിന്ത. മൂന്നാമത്തത് പ്രവർത്തിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രവർത്തിക്കാനായിട്ട്
ആക്ടിവിറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാകണം. നമ്മളെപ്പോഴും ബിസി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ അവരവരുടെ ആക്ടിവിറ്റീസ് വളരെ ചെറുതാകാം വലുതാകാം, അവരതിൽ ഫുള്ളി ഇൻവോൾവ്ഡ് ആണ്. അതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും ഒരു പരിധി വിട്ട് ഇവരെ ബാധിക്കുന്നില്ല. അവരവരുടെ ലോകത്താണ്. അപ്പം മറ്റ് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ്, ഒരു വർക്ക്, നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും അത് എപ്പോഴും എന്തൂസിയാസ്റ്റിക്കായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തത്, കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഈ പഴയ കാലം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. അവർക്ക് ഇപ്പോൾ ലിവ് ഇൻ ദ പ്രസൻറ്റ് ആണ്. നമുക്കറിയാം, ഒരു കുട്ടി അമ്മ കുട്ടീനെ അടിച്ചാൽ പോലും കുട്ടി അമ്മേനെ വിളിച്ചാൽ കരയുക. അത് വളരെ വിചിത്രമായൊരു അത്ഭുതമാണ്. അമ്മയെന്ന് വിളിച്ച് കരയും. വേദനിപ്പിച്ചവരെ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തിയവരെ, കണ്ണുരുട്ടി കാണിച്ചവരെ കുട്ടി അതൊക്കെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും മറക്കും. അത് കുട്ടികളുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ പഴയ കാലത്തെ അനുഭവങ്ങളെ മറന്നു കളയാനായിട്ട്, എളുപ്പത്തിൽ മറന്നു കളയാനായിട്ട് ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. നമ്മുടെ പ്രശ്നം, നമ്മുടെ ഈ പഴയ കാല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് വലിയ ഭാരം പേര് നടക്കുകയാണ്. അതൊന്നും ഇറക്കി വെക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. നമ്മളെ ഉപദ്രവിച്ചവരും വിഷമിപ്പിച്ചവരും, അല്ലെങ്കിൽ നമ്മളെ ഒരു ഇൻസൾട്ട് ചെയ്തവർ, നമ്മളെ താഴ്ത്തി കെട്ടിയവർ, അതൊക്കെ ഇങ്ങനെ 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 കൂട്ടി വെച്ചിരിക്കുകയാണ്. കുട്ടികളാകട്ടെ നമ്മളൊന്ന് തല്ലി, അപ്പോൾ ഒന്ന് പിണങ്ങി, വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചാൽ ഓടി വന്ന് നമ്മുടെ അടുത്തേക്ക് വരും. അതാണ് ഒരു കുട്ടിത്വത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു സ്വഭാവം, നോട്ട് റിഗ്രറ്റ് അബൌട്ട് ദ പാസ്റ്റ്, നോട്ട് ആൻഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ, ബട്ട് ജസ്റ്റ് ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എന്തായിരിക്കുന്നുവോ ആ ഒരു മൊമെൻറ്റ് ഏറ്റവും ഭംഗിയായിട്ട് ആസ്വദിക്കുക. അത് കുട്ടികൾക്ക് ഉള്ള ഒരു പ്രത്യേക കഴിവാണ്. തങ്ങളെ അടിച്ചവരെ, വഴക്ക് പറഞ്ഞവരെ അല്പസമയത്തേക്ക് മാത്രമാണ് അവർ പിണക്കമാണെന്നൊക്കെ പറയും. ഇപ്പോൾ കുട്ടികളൊക്കെ പറയുന്നത് സാധാരണയാണ്, പങ്കുണ്ട് പങ്കില്ല എന്നൊക്കെയാണ് കുട്ടിക്കാലത്ത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കുട്ടികൾ പറയും പിണക്കമാണെങ്കിൽ ഇങ്ങനെ കട്ടീസ് എന്നൊക്കെ കാണിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും മിണ്ടീസായി സ്നേഹമായി എന്നൊക്കെ പറയും. അതൊരു ആക്ഷനൊക്കെയാണ് അവർക്ക്. അങ്ങനെ പിണക്കമാണെന്ന് കാണിക്കാനൊരു ആക്ഷൻ, സ്നേഹമാണെന്ന് കാണിക്കാനൊരു ആക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഇത് മാറി പെട്ടെന്ന് അവരുടെ മൂഡ് ഇങ്ങനെ മാറി വരും. പെട്ടെന്ന് സ്നേഹമാകുന്നു, പെട്ടെന്ന് പിണക്കമാകുന്നു. അവരൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്നില്ല, വളരെ നാച്ചുറലായിട്ട് പെരുമാറുന്നു. ആരെങ്കിലുമൊക്കെ അവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് അവർ മറന്നു കളയുന്നു, വളരെ ഫ്രീ ആയിട്ട് അവർ പെരുമാറുന്നു. ഈ ഒരു കാര്യം കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടതാണ്. ഒരു 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 നെഗറ്റീവായിട്ടുള്ള മെമ്മറി മനസ്സിൽ വെക്കാതെ സ്നേഹപൂർവ്വം പെരുമാറുക എന്നുള്ളത്. കുട്ടികളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ, വാശി പിടിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അത് കുട്ടികൾ കാണിക്കുന്ന ഒരു വലിയ ഒരു അഭ്യാസമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ കുട്ടികൾ, ചില കുട്ടികളൊക്കെ ഭയങ്കര വാശിയാണ്, ചിലപ്പോൾ കരച്ചിലായിരിക്കും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ചേട്ടനും ഞാനും തമ്മിലൊക്കെ 2 വയസ്സിൻ്റെ പ്രായ വ്യത്യാസമുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വാശി പിടിക്കുമ്പോൾ അവസാനത്തെ അടവാണ് ഈ കരച്ചിൽ. കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസ് വരികയും അനുജനായിട്ടുള്ള എനിക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യും. അല്ലെങ്കിൽ ചിലവരൊക്കെ ഈ നിലത്ത് കിടന്ന് ഇങ്ങനെ ഉരുളും കാര്യം നേടിക്കിട്ടാനായിട്ട്. അത് റോട്ടിലാകട്ടെ വീട്ടിലാകട്ടെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട്. അതൊരു ട്രിക്കാണ്. കുട്ടികളുടെ കാര്യത്തിൽ അത് വളരെ നാച്ചുറലായിട്ട് നൈസർഗികമായിട്ടൊക്കെ വരുന്നതായിരിക്കാം. പക്ഷെ അതൊരു കാര്യം, ഒരു ട്രിക്കാണ്. കാരണം വെച്ചാൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാകട്ടെ മനുഷ്യന്മാരുടെ കയ്യിൽ നിന്നാകട്ടെ നമ്മൾ വാശി പിടിച്ചിട്ടാണ് ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ളത്. അത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിൻ്റെ കഥ നമുക്കറിയാം. ഇനിയൊരു അനുഭവം എന്നൊക്കെ പറയുന്നത്, ആ യാക്കോബ് അവിടെ പുഴയുടെ തീരത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് പിന്നീടൊരു ദൈവദൂതനുമായിട്ടൊക്കെ മൽപ്പിടുത്തം നടക്കുകയും അവസാനം മൽപ്പിടുത്തത്തിനൊടുവിൽ ഉഷസാകാൻ നേരത്ത്, അദ്ദേഹം പോകാൻ നേരത്ത് തന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന യാക്കോബ്. അങ്ങനെ ഈ ദൈവദൂതൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്താണെങ്കിൽ പോലും ഈ അനുഗ്രഹങ്ങൾ വാശി പിടിച്ച് നേടിയെടുക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. ഈശോയുടെ ജീവിതത്തിലായിട്ട് നമുക്കറിയാം, ചില വ്യക്തിത്വങ്ങൾ ഈശോയുടെ പിന്നാലെ നടന്നുകൊണ്ട്, അതല്ലെങ്കിൽ രക്തസ്രാവക്കാരിയായ സ്ത്രീ വളരെ ആരും കാണാതെ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ട് അത് സുഖപ്പെട്ടതാകട്ടെ, ഇതൊക്കെ ഒരു വാശിപ്പുറത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില വാശികൾ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഈ വാശി കുട്ടികളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല കാര്യത്തിലുള്ള വാശികൾ,
നല്ല കാര്യത്തിലുള്ള വാശികൾ ചില സമയത്ത് നമ്മൾ കുട്ടികളിൽ നിന്നും കണ്ട് പഠിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം കുട്ടികളെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുക കുട്ടികളുടെ നിഷ്കളങ്കതയാണ്, ഇന്നസെൻസ്. നമുക്ക് അവരെത്ര സിമ്പിളായിട്ടാണ് നമ്മുടെ അടുത്ത് ഇടപെടുക. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നൊക്കെ നമ്മൾ പറയും. വളരെ നാച്ചുറലായിട്ടും വളരെ സിൻസിയറായിട്ടൊക്കെയാണ് അവർ നമ്മുടെ അടുത്ത് പെരുമാറുക. ഈ നിഷ്കളങ്കത, ബാല്യകാലത്തിൻ്റെ നിഷ്കളങ്കതയൊക്കെ തിരിച്ചു കിട്ടാനായിട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ നിഷ്കളങ്കതയോടുകൂടി പെരുമാറാനായിട്ട് ഒരിക്കലും ഒരു വീട്ടിൽ ഒരു വികാരിച്ചും ചെന്ന് കഴിയുമ്പോൾ ഒരു കൊച്ചുകുട്ടി കുപ്പായമൊന്നും ഇടാതെ വന്നേക്കുകയാണ്. എന്തെങ്കിലും പോയി ഇട്ടിട്ട് വാ കുട്ടി എന്ന് പറഞ്ഞിട്ട് വികാരിച്ചൻ അവളെ ഉപദേശിച്ച് വിടുകയാണ്. കുട്ടി ഓടി തന്നെ പോയി വീണ്ടും 2 ചെരുപ്പിട്ട് തിരിച്ചു വന്നേക്കണം. അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യം ഇത്രയേ ഉള്ളൂ. ദേ ആർ വെരി ഇന്നസെൻറ്റ്. വളരെ നിഷ്കളങ്കമായിട്ട് പെരുമാറുന്ന ചില കഥാപാത്രങ്ങളാണ് കുട്ടികൾ. അപ്പോൾ ആ ഒരു ബാല്യകാലത്തിൻ്റെ നിഷ്കളങ്കത, അതുകൊണ്ടാണ് ഈശോ തന്നെ പറയുന്നത് ദൈവരാജ്യം ഈ ശിശുക്കളെ പോലെയുള്ളവരുടെ അടുത്താണ്. ശിശുക്കളെ പോലെ സ്വയം ചെറുതാകാതെ ദൈവരാജ്യം പ്രവേശിക്കാനും സാധിക്കില്ല. അപ്പോൾ കുട്ടികളെ പോലെയുള്ള ഒരു ലാളിത്യം, നിഷ്കളങ്കത ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു കുട്ടിക്ക് നിങ്ങൾ നോക്കിയേക്കോ, ആ കുട്ടിയുടെ മുഖത്ത് തന്നെ കാണുന്ന ഒരു നിഷ്കളങ്ക മനോഭാവം നമ്മളെ തന്നെ ഒത്തിരി സന്തോഷിപ്പിക്കും, നമുക്കൊരു പോസിറ്റീവ് എനർജി തരും. അപ്പോൾ ആ ഒരു പ്രാവുകളെ പോലെ നിഷ്കളങ്കമാകുക, സർപ്പങ്ങളെ പോലെ വിവേകികളാകുന്ന ഈശോ പറയുന്നുണ്ട്. ആ ഒരു നിഷ്കളങ്കത, പ്രാവുകളുടെ നിഷ്കളങ്കതയാണ് പലപ്പോഴും ഈ കുട്ടികൾക്കുള്ളത്. ഇപ്പോൾ തന്നെ അവർ പറയുന്ന കാര്യമാണ്, കുട്ടികൾ സാധാരണ രീതിയിൽ കൊച്ചു കുട്ടികൾ വളരെ ഒബീഡിയൻ്റാണ്. അങ്ങോട്ട് എടുത്ത് ഒരു ഗ്ലാസ് എടുക്കാൻ പറഞ്ഞാൽ അവർ എടുത്തു വയ്ക്കുന്നു, കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരുന്നു, കൊണ്ടുവയ്ക്കാൻ പറഞ്ഞാൽ കൊണ്ടുവയ്ക്കുന്നു. ഇവരിങ്ങനെ ഈ ഒബീഡിയൻ്റായിട്ട് നിൽക്കുന്ന ഒരു കൾച്ചറും കൂടി നമ്മുടെ കുട്ടികൾക്കുണ്ട്. അത് ദൈവത്തോടും ദൈവപ്രമാണങ്ങളോടും ദൈവകൽപ്പനകളോടും ആകട്ടെ, അതോടൊപ്പം തന്നെ മനുഷ്യന്മാരോടുള്ള ചില കാര്യത്തിലൊക്കെ കുറേ കൂടി ഒരു ഒബീഡിയൻസ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അത് ഈ കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അവർ മുതിർന്നവരുടെ അടുത്ത് വളരെ ഒരു വിധേയത്വവും ഒബീഡിയൻസൊക്കെ കാത്തു സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു കാര്യം പലപ്പോഴും ഉണ്ടാകുന്നത്, ഈ കുട്ടികൾക്ക് വളരെ ദർശനപരവും ഒരു ദൈവിക വെളിപാടുമൊക്കെയുള്ള ചില കാര്യങ്ങളാണ് കുട്ടികൾക്ക്. നമുക്കറിയാമായിരിക്കും ചിലപ്പോൾ ഈ അംബ്രോസ് മെത്രാനെ, മിലാനിലെ മെത്രാൻ അംബ്രോസ് മെത്രാനെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൊച്ചു കഥ ഇങ്ങനെയാണ്. മിലാനിലെ ആദ്യ കാലഘട്ടത്തിലാണ്, 3-4 നൂറ്റാണ്ടുകളിലാണ് അവിടുത്തെ മെത്രാൻ ഇങ്ങനെ മരിക്കുകയും ഇനി ആരെ വേണം ഒരു പുതിയ മെത്രാൻ എന്നൊക്കെ അവർ ചിന്തിച്ച് കൂട്ടുന്ന സമയത്ത് അവിടെ വിളിച്ചു കൂട്ടിയ ആ യോഗത്തിൽ നിന്നും ഒരു കൊച്ചു കുട്ടിയാണ് പറയുന്നത് അംബ്രോസ് നമ്മുടെ മെത്രാൻ. അംബ്രോസ് നമ്മളുടെ മെത്രാൻ എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ആ കൊച്ചുകുട്ടിയുടെ വാക്ക് അവിടെ ചുറ്റും കൂടി നിന്ന് എല്ലാവരും ഏറ്റു പറയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ അംബ്രോസ് ഒരു പ്രീസ്റ്റ് പോലും, ഒരു അച്ഛൻ പോലും ആയിരുന്നില്ല. അവരെല്ലാവരും അംബ്രോസിനെ ഒറ്റ തടിക്ക് വിളിച്ചു കൂട്ടുകയും അച്ഛനാക്കുകയും മെത്രാനായിട്ട് വാഴുകയൊക്കെ ചെയ്തു. അദ്ദേഹമാണ് പിന്നീട് സഭയുടെ വലിയ നവീകരണത്തിലേക്ക് നയിച്ച വലിയ വിശുദ്ധനായിട്ട് മാറിയത്. പ്രത്യേകിച്ച് വിശുദ്ധ അഗസ്തിനോസിനെ പോലെയുള്ള വിശുദ്ധരുടെ മാനസാന്തരത്തിനൊക്കെ കാരണമായത്. അത് ആ കുട്ടിയുടെ നാവിൽ നിന്നും വന്ന ചില വാക്കുകളാണ്, വെളിപാടുകളാണ്. നമുക്കറിയാം ഈശോയുടെ ജീവിതത്തിലായാൽ പോലും ഈശോ അപ്പം വർദ്ധിപ്പിക്കാനായിട്ട് വരുന്ന സമയത്ത് ഒരു കൊച്ചു കുട്ടിയാണ് എണീറ്റ് നിന്നൊരു ബാലനാണ്. അവൻ്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനുമൊക്കെ ഈശോയുടെ കയ്യിലേക്ക് നീട്ടിക്കൊടുക്കുകയും ഈശോ വലിയ അത്ഭുതം നടത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ദൈവിക വെളിപാടുകളുടെ ഇൻസ്ട്രുമെൻ്റായിട്ട് മാറുവാനായിട്ടുള്ള വലിയൊരു വിളി കുട്ടികൾക്കുണ്ട്. ഇത് നമ്മൾ കുട്ടികളിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതം ഈ ദൈവിക വെളിപാടുകളുടെ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് മാറാനായിട്ടും ദൈവിക വെളിപാടുകൾ വെളിപ്പെട്ട് കിട്ടുവാനായിട്ടൊക്കെയുള്ള ഒരു നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റുക. നമ്മൾ പലപ്പോഴും ഈ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടാണ് നോക്കുക, കുട്ടികളിൽ നിന്ന് പഠിക്കുകയല്ല, കുട്ടികളെ പഠിപ്പിക്കാനായിട്ടാണ്. പണ്ടൊരു ഈ ധനവാൻ തൻ്റെ കുട്ടികളെ ഒരു കടൽ തീരത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള കഥ കേട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ധനവാൻ വളരെ മാളികയിൽ താമസിക്കുന്നു, വളരെ ലാവിഷായിട്ട് ലൈഫ്. അപ്പോൾ തൻ്റെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം വരണം. അപ്പോൾ ഈ കടൽ തീരത്തുള്ള ഈ കുഞ്ഞു കുഞ്ഞു കുടിലുകളും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ മനസ്സിലാക്കും നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ് എന്നൊക്കെ വിചാരിക്കാൻ വേണ്ടിയിട്ട് ഈ ധനവാൻ ഈ കുട്ടികളെയും കൊണ്ട് കടൽ കാണിക്കാൻ പോയി കഥയുണ്ട്. കഥ ഇത്രയേ ഉള്ളൂ. കുട്ടികൾ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ അവിടുത്തെ കടൽ തീരത്തെ ഈ ചറ്റക്കുടിലുകളിലൊക്കെ കുട്ടികൾ ഇങ്ങനെ കടൽ തീരത്ത് ഫുട്ബോൾ കളിക്കുകയാണ്, ആ ഒരു പകുതി ഡ്രസ്സൊക്കെ മാത്രം ഇട്ടുകൊണ്ട്. ഇതൊക്കെ ധനവാൻ വലിയ കാര്യമായിട്ട് ഇവരെ കാണിച്ച് തിരിച്ചു കൊണ്ടുപോരുമ്പോൾ ഈ കുട്ടികൾ ചോദിക്കുകയാണ്, പപ്പ നോക്കൂ, ആ കടൽ തീരത്തെ കുട്ടികൾക്ക് കുളിക്കാനായിട്ട് വലിയൊരു കടലുണ്ട്, നമ്മുടെ വീട്ടിൽ ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണല്ലോ. നോക്കൂ, അവർക്ക് കളിക്കാനായിട്ട് ആ കടൽ തീരമാകുന്ന വലിയൊരു മൈതാനമുണ്ട്, നമ്മുടെ പ്ലേ ഗ്രൗണ്ട് എത്ര ചെറുതാണ്, നമ്മൾ ഇത്ര പാവപ്പെട്ടവരാണോ പപ്പ എന്ന് ഈ കുട്ടികൾ ഈ ധനവാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ചിലപ്പോഴൊക്കെ കുട്ടികൾ കാര്യങ്ങളെ കാണുന്നതും
വിലയിരുത്തുന്നതൊക്കെ നമ്മൾ കാണുന്നതിനേക്കാളും അപ്പുറത്തെ കാഴ്ചയാണ് അവർക്ക്. ചില ദീർഘവീക്ഷണമാണ് അവർക്ക്. നമ്മൾ വെളിപ്പെട്ട് കിട്ടുന്ന അറിവിനേക്കാളും അപ്പുറത്തുള്ള ചില അറിവുകൾ നമുക്ക് കുട്ടികളിൽ നിന്ന് കിട്ടും. കുട്ടികൾ നമുക്ക് പറഞ്ഞത്. അതുകൊണ്ടാണ് തുടക്കം തന്നെ പറഞ്ഞത് ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങളെ കുറച്ചും കൂടിയും ഒന്ന് സംഗ്രഹിക്കാമെന്ന് തോന്നുന്നു. നമ്മൾ പല കാര്യങ്ങളും കുട്ടികളിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് എന്ന് പറയുന്നത് കുട്ടികൾ എപ്പോഴും ഹാപ്പിയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് അവർ സന്തോഷവാന്മാരാണ്. നമ്മുടെ ജീവിതത്തിലും കുറേയും കൂടിയൊക്കെ ഒന്ന് ഹാപ്പി മൂഡിലേക്ക് വരാനായിട്ടും വലിയ കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ടും പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത് കുട്ടികൾ വളരെ ബിസിയാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടും ചെയ്യിപ്പിക്കാനായിട്ടും സമയം വേസ്റ്റാക്കി കളയാതിരിക്കാനായിട്ട് നമ്മൾ കുട്ടികളിൽ നിന്ന് പഠിക്കണം. ഒരു ആക്ടിവിറ്റി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അതല്ലെങ്കിൽ അറിയാതെയൊക്കെ ഒരു അലസത നമ്മുടെ ജീവിതത്തിൽ കയറി വരികയും അതൊരു തിന്മയിലേക്ക് നയിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. മൂന്നാമതായിട്ട് കുട്ടികൾ ഈ ശാഠ്യം എന്ന് പറയുന്ന കാര്യമാണ്. ചില വാശികൾ നല്ലതാണ്. അത് നന്മയ്ക്കാണെങ്കിൽ അത് ദൈവത്തോടായാലും ശരി മനുഷ്യരോടായാലും ശരി. കൊച്ചു കൊച്ചു വാശികൾ എപ്പോഴും നമുക്ക് നല്ലതേ വരുത്തുകയുള്ളൂ, അതിൻ്റെ ലക്ഷ്യം നല്ലതാണെങ്കിൽ. നാലാമത്തതായിട്ട് ഈ കുട്ടികൾക്ക് ഇന്നിൽ ജീവിക്കാനായിട്ട് പറ്റുന്നു, അഥവാ അവർക്ക് കഴിഞ്ഞ കാലം ഒന്നുമില്ല എന്നുള്ളതാണ്. അവരെ വേദനിപ്പിച്ചവരെ, അവരെ സങ്കടപ്പെടുത്തിയവരെ അവർ വളരെ പെട്ടെന്ന് മറന്നു കളയുന്നു. കുറേയും കൂടി ആത്മാർത്ഥമായിട്ട് പപ്പേനെ ആകട്ടെ മമ്മീനെ ആകട്ടെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നു. നമുക്കും ഉണ്ടാകേണ്ട കാര്യങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ പറയുന്ന കഴിഞ്ഞ കാലത്തിനെ ഓർത്ത് വേദനിക്കാതെ, വേദനിപ്പിച്ചവരെ ഓർത്ത് നമ്മൾ ഇറിറ്റേറ്റഡ് ആകാതെ ഇന്നിൽ ജീവിക്കുവാനായിട്ട്, പ്രസൻറ്റ് സന്തോഷം കണ്ടെത്തുവാനായിട്ട് കുട്ടികളിൽ നിന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ കുട്ടികൾ എന്നുള്ളതാണ് ഈ നിഷ്കളങ്കത എന്ന് പറയുന്ന മനോഭാവം, അവരുടെ ഇന്നസെൻസ്, അവരുടെ ലാളിത്യം. സ്വർഗരാജ്യത്തിലേക്ക് എന്നെ പ്രവേശിക്കാനായിട്ട് ഈശോ പറയുന്ന കാര്യം ഇതാണ്: ഞാനൊരു കുട്ടിയായിട്ട് മാറുന്നുണ്ടോ എന്നതിൻ്റെ തോതനുസരിച്ചാണ്. പലപ്പോഴും നമ്മളെപ്പോഴും ഈ ഒരു ഗൗരവത്തോടു കൂടി നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടിത്വത്തിൻ്റെ, ബാല്യത്തിൻ്റെ നിഷ്കളങ്കത, നന്മ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം ഞാൻ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കാനായിട്ട് അർഹതയുണ്ടോ? അതിൻ്റെ അർത്ഥം ഞാൻ കുട്ടിയായി മാറുന്നുണ്ടോ, കുട്ടിയായി തീരുന്നുണ്ടോ, ശിശുക്കളെ പോലെ ചിന്തിക്കാനായിട്ടും പെരുമാറുവാനായിട്ടൊക്കെ പറ്റുന്നുണ്ടോ എന്നതിൻ്റെ തോതനുസരിച്ചാണ്. അതിൻ്റെയൊക്കെ തുടർച്ച എന്ന പോലെ തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണ് കുട്ടികളിലൂടെ കിട്ടുന്ന ദൈവികമായിട്ടുള്ള വെളിപാടുകൾ. അത് മനസ്സിലാക്കുക. എൻ്റെ ഓരോ കുട്ടിയും, ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും മനുഷ്യനെ കൊണ്ട് ദൈവം മടുത്തിട്ടില്ല എന്നതിന് തെളിവാണ് എന്നാണ് ടാഗോർ പറയുന്നത്. അതായത് നമ്മുടെ ഈ ഭൂലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ദൈവിക വെളിപാടുകളുടെ പൂർണ്ണതയാണ്. മനുഷ്യനെ കൊണ്ട് ദൈവം മടുത്തിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഓരോ കുഞ്ഞും. അപ്പോൾ ആ കുഞ്ഞ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ, ദൈവികമായിട്ടുള്ള ചില വെളിപാടുകൾ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടും എൻ്റെ കുഞ്ഞു പോലും ഒരു ദൈവിക വെളിപാടിൻ്റെ സാക്ഷാത്കാരമാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുക പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞ് ചുരുക്കുകയാണ്, ഒരു ശിശു, ഒരു ബാല്യം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുക. ആ ശിശു സഹജമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലുള്ള ചില സ്വഭാവ സവിശേഷതകളെ, നമ്മുടെ ജീവിതത്തിലുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ശിശുവിൻ്റേതായിട്ടുള്ള ചില നന്മകളെ, ഒരു ബാല്യത്തിൻ്റെ സുഹൃതങ്ങളെ കൈമോശം വന്നു പോകാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിന് സാധിക്കട്ടെ. താങ്ക് യു.